രാത്രി ലൈവില് ജിൻഡോ ഇരുന്ന് അൻസിബയുടെ അടുത്തും ഋഷിയുടെ അടുത്തും അഭിഷേകിന്റെ അടുത്തൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അവിടെ സായിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. സായിയുടെ ഗെയിമിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സായി ഇവിടെ ഗെയിം കളിക്കുകയാണ് എന്ന് അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ ആ മാണിക്കക്കല്ല് കിട്ടിയ ഒരു കാര്യമാണ്. ഞങ്ങൾക്കാർക്കും അത് വേണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ജിൻഡോ പറയുന്നുണ്ട്, എനിക്ക് ആ കല്ല് വേണ്ടായിരുന്നു, എനിക്ക് താല്പര്യമില്ലായിരുന്നു, എനിക്ക് നോമിനേഷനിൽ വരാനാണ് ആഗ്രഹം, നോമിനേഷൻ ഫ്രീ എന്നൊരു കാര്യം എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ആ കല്ല് എടുക്കാഞ്ഞത് എന്ന് ജിൻഡോ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അവിടെ അഭിഷേകും പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ ആ കല്ല് കൊണ്ടുവന്ന് തന്നതാണ്, എന്നിട്ട് പോലും ഞാൻ ആ കല്ല് എടുക്കാതിരുന്നത് എനിക്ക് താല്പര്യമില്ല എന്നുള്ളതുകൊണ്ടാണ്. എൻ്റെ കയ്യിൽ ഒരു ദിവസത്തോളം ആ കല്ലുണ്ടായിരുന്നു, എനിക്ക് വേണമെങ്കിൽ തിരിച്ചു കൊടുക്കാതെ എൻ്റെ കയ്യിൽ തന്നെ വെക്കാമായിരുന്നു, ഞാൻ തരുന്നില്ല, ഇതെൻ്റെ ഗെയിം എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ എനിക്കൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ആ കല്ല് തിരിച്ചു കൊടുത്തു എന്ന് അഭിഷേകും പറയുന്നുണ്ട്. സായിക്ക് ആ കല്ലിന്റെ ആവശ്യകത ഉണ്ടായിരുന്നു, സായി അത് എടുത്തു എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൂടാതെ സായിയുടെ ഗെയിമിനെ കുറിച്ച് അവിടെ ജിൻഡോ പറയുന്നുണ്ട്. അവിടെ വീക്കായിട്ടുള്ളവരെ അവിടെ പിടിച്ചു നിർത്തി അവിടെ സ്ട്രോങ് ആയിട്ടുള്ളവരെ പുറത്താക്കുക എന്നുള്ളതാണ് സായിയുടെ ഗെയിം. അതിന് വേണ്ടിയിട്ടാണ് സായി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വീക്കായിട്ടുള്ളവരെ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ സായിക്ക് മുന്നോട്ട് വരാനായിട്ട് സാധിക്കും, മുന്നിലേക്ക് എത്താൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടുള്ള ഗെയിം പ്ലാനാണ് സായി അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ആ മാണിക്കക്കല്ല് കിട്ടിയത് കൊണ്ട് ഒരാളെ നോമിനേഷൻ ഫ്രീ ആക്കാൻ ആ ഒരു കാര്യത്തിൽ അവിടെ സിജോനെ സേഫ് ആക്കിയത്. അത് അവിടെ സായിയുടെ ഗെയിം പ്ലാൻ ആയിരുന്നു. സിജോയ്ക്ക് അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും എന്നാണ് ജിൻഡോ പറയുന്നത്. അവിടെ നോമിനേഷൻ ഫ്രീ അവിടെ സിജോനാക്കിയത് സിജോയ്ക്ക് ദോഷമായി വരികയുള്ളൂ, അത് സിജോ മനസ്സിലാക്കിയാൽ സിജോയ്ക്ക് നല്ലത് എന്ന് ജിൻഡോ പറയുന്നുണ്ട്. അവിടെ ജിൻഡോയുടെ അടുത്തും അതുപോലെ അഭിഷേകിന്റെ അടുത്തും സായി വന്ന് പറയുന്നുണ്ടായിരുന്നു, അഭിഷേക്, ജിൻഡോ, സിജോ 3 പേരുടെ പേരാണ് എൻ്റെ മനസ്സിൽ വന്നത്, ഇതിൽ ആരെ സേഫ് ആക്കണം എന്നുള്ളത്. പിന്നെ ഞാൻ വിചാരിച്ചു സിജോനെ സേഫ് ആക്കാം എന്നുള്ളത്. അങ്ങനെ ഞാൻ സിജോനെ സേഫ് ചെയ്തു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നോമിനേഷനിൽ വന്ന പുറത്തു പോകാത്ത ഒരാളെ സേഫ് ചെയ്തതാണ് എന്നാണ് അവിടെ സായി എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ജിൻഡോയും അഭിഷേകും പറയുന്നത് അത് സിജോയ്ക്കിട്ടുള്ള ഒരു പണിയാണ്, അതായിരുന്നു സായിയുടെ ഗെയിം. സിജോയ്ക്ക് അത് നോമിനേഷനിൽ വരാതെ അങ്ങനെ മാറി നിൽക്കുമ്പോൾ സിജോയ്ക്ക് അത് ദോഷം ചെയ്യും, സിജോയ്ക്കുള്ള ഒരു 8ന്റെ പണിയാണ് അവിടെ സായി കൊടുത്തത് എന്നാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.